ഫ്രണ്ടിനേക്കാളും SDP-യെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ എടുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവറ്റകൾക്ക് അധികാരവും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാറായിരുന്നേ. അതായത് ഇപ്പോൾ സീറ്റിന് വേണ്ടിയിട്ട് ജയിക്കുകയും ചെയ്യില്ലെങ്കിലും സീറ്റിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കടിപിടിയാണ്. 9 മത്സരങ്ങളിൽ കാഴ്ചവെച്ച് 9ലും പൊട്ടിയ നമ്മൾ ശോഭ ചേച്ചിയാണെങ്കിൽ അതിലും വലിയ നിരാശയിലാണ്. അതുകൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊണ്ടുള്ള ആറാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അഭിഷേകം വേറെ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ, അതായത് BJPൻ്റെ ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കുത്തുകളാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുത്തുകൾ തന്നെയാണ്. അതായത് BJPക്ക് ഗവൺമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും ഇവർ തമ്മിലുള്ള വടംവലി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ചില്ലറ നല്ലോണം വരുന്നുണ്ടോ? ചില്ലറ വരുന്നോണ്ടാണ് ഈ ചൊറിച്ചിൽ മുഴുവൻ എല്ലാത്തിനും. അതായത് നല്ല രീതിയിലുള്ള പൈസകൾ എവിടുന്നോ ഇങ്ങനെ വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ആ പൈസക്ക് വേണ്ടിയിട്ടുള്ള കടിപിടി കൂടുതലാണ് നമ്മളിപ്പം കാണുന്നത്. അതായത് ഒന്ന് പോയിട്ട് മറ്റേന് ഭാര വെക്കുന്നത്, മറ്റേത് പോയിട്ട് മറ്റേന് ഭാര വെക്കുന്നത്, മറ്റേതെല്ലാം കൂടി ചേർന്നിട്ട് ഇവർക്ക് ഭാര വെക്കുന്നത്. എന്തൊരവസ്ഥയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPൻ്റെ കുറച്ച് നേതാക്കന്മാരുണ്ട്. അതായത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും കുറച്ച് നല്ല നേതാക്കന്മാരുണ്ട്, ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിൽ BJPക്ക് നല്ല നേതാക്കന്മാരുണ്ട്. പക്ഷേ അവരൊക്കെ എവിടെ പോയി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ വർഗീയത. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് വേറെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക്ഷേപിക്കുക, എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയിലിട്ട് ചവിട്ടിക്കൂട്ടുക, ഇങ്ങനെയുള്ള ചില നേതാക്കന്മാരാണ് ഇപ്പോഴുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. സംഭവം വേറെ ഒന്നുമല്ല. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ചില നാടകങ്ങളും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ശോഭ തന്നെ ഇത് അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, പൈസ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇതുപോലൊരു നേതാവാണ്, നിന്റെ ആളല്ലേ അങ്ങോട്ട് വന്നത് എന്ന് ശോഭ ചേച്ചി വേറൊരു ചേച്ചിയോട് ചോദിക്കുകയാണ്. അവസാനം ആ ചേച്ചിക്ക് ഒരു ഭീഷണിയുമുണ്ട്, അടിച്ച് ഞാൻ പണി തീർത്ത് കളയും എന്നുള്ളൊരു ഭീഷണി. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരമില്ലാതെ നേരെ മറിച്ച് ഇവരെങ്ങാനും ഒരു MLA ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുക? നിങ്ങൾ കണ്ടതല്ലേ രമേശ് പിഷാരടി എന്ന് പറയുന്ന ആ ഒരു സ്ഥാനാർത്ഥിയെ, അയാൾ ഒരു വാർഡിൽ പോകുമ്പോൾ ഇവിടെ എൻ്റെ വാർഡാണ്, ഇങ്ങോട്ട് കയറാൻ പാടില്ല, അതായത് റോഡ് വരെ എൻ്റെതാണെന്ന് അവിടെ ഒരു BJP കൗൺസിലറാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവറ്റകൾ ഒരു കാര്യം ഞാൻ പറയാം, വഴി നടക്കാൻ പോലും പെടത്തില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ഞാൻ പറഞ്ഞല്ലോ, BJPൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചില നേതാക്കന്മാർ തന്നെയാണ്. നല്ല ഒരുപാട് നേതാക്കന്മാരുണ്ടേനും അവരെയൊന്നും ഇപ്പോഴും കാണാനില്ല. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വിടുവായിത്തരം പറയുന്ന കുറേ ആൾക്കാരും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായിട്ടുള്ള എന്തോ ഒരു വർഗീയതയും കൊണ്ട് നടക്കുന്നവരും, പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചു കീറാൻ വെമ്പുന്നവരും മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ദയാലുവായ സ്നേഹനിധിയായി എന്തിനധികം നമ്മുടെ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MP മന്ത്രി ഇതൊക്കെ ആകുന്നതിന് മുമ്പ് എത്ര നല്ല മനുഷ്യനായിരുന്നു. അയാൾ എത്ര നല്ല ഉപകാരങ്ങൾ ചെയ്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അയാളുടെ കോമഡി പരിപാടികളും അയാളുടെ പ്രഹസനങ്ങളും അയാളുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ ആ മന്ത്രിസ്ഥാനം ഉണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിന് എന്ത് വിലയാണുള്ളത്? അദ്ദേഹം പോകുമ്പോഴും നമുക്ക് ചിരിയാണ് വരുന്നത്. പണ്ടൊക്കെ സുരേഷ് ഗോപി എന്ന് പറയുന്നവനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇന്ന് എന്താ സ്ഥിതി? ഇന്ന് സുരേഷ് ഗോപി എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ സിനിമാക്കാരനാണോ, അല്ലെങ്കിൽ ഇയാളിങ്ങനെ നടക്കുന്നതാണോ, ഇയാൾ ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ ഈ വർഷത്തെ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാനാർത്ഥികളാണ്. വോട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത സ്ഥാനാർത്ഥികൾ. ഇന്നലെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന അഞ്ജലി അങ്ങേറ്റം പറയുന്നുണ്ട്, എന്നെ ഇപ്പോഴേ MLA എന്ന് വിളിക്കാൻ തുടങ്ങി, ഇനി 5 വർഷവും ഞാൻ MLA തന്നെയാണ്, ആര് ജയിച്ചു കഴിഞ്ഞാലും ഞാൻ തന്നെയാണ് ഇവിടുത്തെ MLA എന്ന് അഞ്ജലി പറയുന്നത്. അങ്ങനെയുള്ള കുറേ സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ വിടുവായിത്തരം പറയുന്ന കുറേ എണ്ണം വേറെയും, ഇങ്ങനെ കുറേ ആൾക്കാരെ കൊണ്ടുള്ള ഒരു എന്താ പറയുക ഒരു കോമിക് കളിയായിട്ടാണ് ഇപ്പോൾ ഇവരുടെ ഈ സ്ഥാനാർത്ഥിത്വത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിലാണ് വിജയിക്കും എന്ന് പറയുന്ന സീറ്റുള്ള ശോഭാ സുരേന്ദ്രൻ വിജയക്കൊടി പാറിക്കും എന്ന് പറഞ്ഞിട്ട് അവസാനം കൊണ്ടുപോയിട്ട് വെള്ളോട്ട് ഉടച്ച പോലെയായിപ്പോയി. കാരണം എന്താ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നുണകൾ പറഞ്ഞു പിന്നീട് ഇതൊരു കൂടപ്പറപ്പായിട്ട് മാറേണ്ടി വന്നു ഈ നുണകൾ മുഴുവൻ.
അങ്ങനെ ഏതാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നുണകളുടെ കൂടാരങ്ങളും പണിത് ഇവർ തമ്മിൽ തന്നെ ഇപ്പോഴും തല്ല് തുടങ്ങിയിരിക്കുകയാണ്. അതായത് മുടിഞ്ഞ തല്ല്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ വേണ്ടിയില്ല, അതുപോലെ തന്നെ ജയിച്ചിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല, ശോഭ ജയിക്കരുത്, അതുപോലെ മറ്റുള്ളവർ ജയിക്കരുത്. കാരണം ഇവിടെ ബി ജെ പിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ CPM കോൺഗ്രസോ ഒന്നുമല്ല, ബി ജെ പിയിലുള്ള ആൾക്കാർ തന്നെയാണ് ബി ജെ പിൻ്റെ ശത്രു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ കൃത്യമായിട്ടും ഇവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നോക്ക്. ബി ജെ പിയുടെ ആൾക്കാർ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ശത്രു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ അധികാരമാണ്. ജയിക്കൊന്നും വേണ്ട, അതായത് സ്ഥാനാർത്ഥിയാകണം, ഏതിലായാലും വേണ്ടിയില്ല, അതായത് MP ആയാലും വേണ്ടിയില്ല. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേതെങ്കിലും എന്തെങ്കിലും ചെറുതായാലും വേണ്ടിയില്ല, നമുക്കവിടെ സ്ഥാനാർത്ഥിയാണ്. തോറ്റോട്ടെ, തോറ്റു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതാണ് ഇവർ പറയുന്നത്. അതായത് ഇവർക്ക് തോറ്റാലും കുഴപ്പമില്ല, ഒരു കുഴപ്പവുമില്ല, ഇവർക്ക് എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിയാകണം, അതിൻ്റെ അകത്ത് നിന്നും എന്തെങ്കിലും കിട്ടുന്നത് വാങ്ങിക്കണം. ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ചെയ്യുന്നൊരു പരിപാടി എന്താ വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുക. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂഞ്ചി ഏതായാലും ഇരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നേതാവ്, അതായത് ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെയുള്ള കുത്തുകളാണ് നിങ്ങളിപ്പോഴും കേൾക്കുന്നത്. കാരണം ഇവരൊക്കെ പറഞ്ഞാൽ ബി ജെ പിക്കാരാണ്. ഒരാൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് എന്തോ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഒരാൾ എന്ന് പറഞ്ഞാൽ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥി. പിന്നെ ഇവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇവർക്ക് പരസ്പരം സ്വഭാവങ്ങൾ അറിയാം. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി ചോദിക്കുകയാണ്, സ്ഥാനാർത്ഥിയായ ശോഭ ചോദിക്കുകയാണ്, നിനക്ക് ഭർത്താവില്ലേ, നിൻ്റെ ഭർത്താവും കൂടി അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുന്നു. എനിക്ക് ഭർത്താവുണ്ട്, ഭർത്താവ് ആയിരിക്കാം ഇല്ലാത്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ഇനി കുറച്ചും കൂടി നിന്ന് കഴിഞ്ഞാൽ പലതും വിളിച്ചു പറയും എന്നുള്ളത് കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ സാധാരണ ചെയ്യുന്നത് പോലെ, അതായത് ഈ ശോഭാ സുരേന്ദ്രന് പണ്ടൊക്കെ നല്ല ഒരു ഇതുണ്ടായിരുന്നു, ഒരു കഴിവും ആൾക്കാരോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ശോഭയുടെ ജനസമ്മതിയൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ശോഭ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ശോഭ ഒരു നേരിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അതായത് അധികം വർഗീയതയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും പറയാതെ ശോഭയെ എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ശോഭയുടെ വായിൽ നിന്നും വരുന്നതാണോ എന്നറിയില്ല, ഏതായാലും ശോഭയെ അത്രത്തോളം ഇഷ്ടം ഇപ്പോഴും ജനങ്ങൾക്കില്ല. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആലപ്പുഴ തന്നെ ശോഭ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു പോകുന്നതാണ്. പക്ഷെ അവിടെയുള്ള നേതാക്കൾക്ക് മനസ്സിലായി ശോഭ ജയിക്കാൻ പാടില്ല. ശോഭയ്ക്ക് പാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ശോഭ കുറച്ച് മങ്ങലേറ്റ് നിൽക്കുകയാണെന്ന് ശോഭയ്ക്കും അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പൈസേൻ്റെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞ് വല്ല MLA ആയിട്ടുണ്ടെങ്കിൽ അതും വലിയൊരു കുരിശായിരിക്കും. കാരണം എന്താ കേസും കേസൊക്കെ ആയിട്ട് അങ്ങ് പോകേണ്ടി വരും. ഏതായാലും ശോഭയും അതുപോലെ തന്നെ ആ സഹോദരിയും തമ്മിലുള്ള ആ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴ കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ, ഞാൻ അയച്ചുതരാം. ഇന്ന് ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. ഈ ശോഭ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അല്ല, നിങ്ങൾ എന്തോ ഫേസ്ബുക്കിൽ നിങ്ങൾ BJP കാരിയല്ലേ? അതെ, ഞാൻ BJPയുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പരസ്യമായിട്ട് പോസ്റ്റ് ഇടേണ്ട കാര്യം ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഒതുക്കിയത്. ഈ പൂന്തുറ ശ്രീകുമാർ എനിക്ക് എന്താ ബന്ധമുള്ളതായിട്ട്? പൂന്തുറ ശ്രീകുമാറുമായിട്ട് അവിടെ ആലപ്പുഴയില് അല്ല തിരുവനന്തപുരത്ത് സത്യാഗ്രഹം ഇരിക്കുന്ന നിങ്ങൾ പോസ്റ്റ് ഇട്ടോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് പരാതി കൊടുക്കുന്നുണ്ട്. പൂന്തുറ ശ്രീകുമാറിന് ഇവിടെ 2-3 ഹരിനാരായണനും അതുപോലെ തന്നെ കണ്ണനും ഇവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആ അറുമുഖം അശ്വതി അറുമുഖം ഇവരൊക്കെ കൂടെ ചേർന്ന് നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന എന്നെ ഒതുക്കിയത്. ഞാൻ വെളിയിലോട്ട് ശോഭ ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം ഞാൻ ചോദിക്കട്ടെ, ഞാൻ അന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊളികളയുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും, പക്ഷെ പറഞ്ഞോട്ടെ.
പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. അതിനെ എതിർക്കാനായിട്ട് എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എന്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ആ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഓഫീസിലെ ശ്രീകുട്ടൻ, അത് നിങ്ങൾക്കറിയാം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തറ ആ കൊച്ചിനോട് പറഞ്ഞ എന്നാന്നോ, നീയും ഈ പാർട്ടി കാണത്തില്ലെന്ന്. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അഭിമാനമുണ്ടോ സ്ത്രീ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ശോഭ ഈ ആലപ്പുഴയിലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോന്ന് ഇപ്പൊ കേക്ക്. ഇത് പറഞ്ഞോളാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണ്ടേ എന്താ ആലപ്പുഴയിലെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇടപെട്ടെന്ന്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടുണ്ടോ? അപ്പൊ ഇത് നിങ്ങൾ കേക്ക്. സോമന്റെ കൂടെ പോയി അവനും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് നീ ആവശ്യമില്ലാതെ എനിക്ക് ഫേസ്ബുക്കിൽ എഴുതി വിട്. അപ്പൊ ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നപ്പം പാനിക്കുട്ടി ഞാൻ തീർത്തരാം. ഇതാ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദ കേക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളും. അല്ലല്ല, ഞാൻ നിന്റെ ഭർത്താവിനും കാണാൻ, നിനക്ക് ഭർത്താവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിന്റെ ഭർത്താവിനും കാണാൻ ഞാൻ വരും. അല്ല, അതില്ലാത്തത് ആരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതില്ലാത്തത് ആർക്കാണെന്നും എനിക്കുണ്ടോന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. എന്തിനാ ഈ ആവശ്യമില്ലാതെ പറയുന്നത്? ശോഭ എന്നോട് വിളിച്ചിട്ട് ചേച്ചി എന്താ പ്രശ്നം എന്നല്ലല്ലോ ചോദിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് നിനക്കെതിരെ വ്യക്തിപരമായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, എന്റെ പൊതുപ്രവർത്തനത്തിൽ ഇത്രയും ഡോറടക്കണം, ഇത്രയും വൃത്തികെട്ട രീതിയിൽ നാട്ടുകാരുടെ കൂടെ നിന്ന് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ എഴുതിക്കൊന്നു. ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് എന്നെ ഒരു വാർഡിൽ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരുന്നത് ഈ അരുൺ അനിരുദ്ധനും കൂടെ ചേർന്ന് ശോഭ ചെയ്തതാണ്. അതായത് അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഫൈറ്റ് തന്നെയാണ്. കാരണം എന്താ, ശോഭ സ്ഥാനാർത്ഥിയാകുന്നത് മറ്റേ ചേച്ചിക്ക് അത്രത്തോളം പിടിച്ചിട്ടില്ല. എന്നെ പാര വെച്ച് പുറത്താക്കിയിട്ടല്ലേ നീ പോയത് എന്നുള്ള ദേഷ്യമാണ് മറ്റേ ചേച്ചിക്ക്. അപ്പോൾ അവരെന്തോ ഒരു സംഭവം എടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. അതേതായാലും ശോഭാ സുരേന്ദ്രന് ഭയങ്കരമായിട്ട് പണി കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. ശോഭയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, അവർ റെക്കോർഡ് ചെയ്തിട്ട് അത് പുറത്ത് വിടുകയും ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അധികാരമില്ലാതെ ഇങ്ങനെ, അധികാരമുണ്ടെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്യും? നന്ദി, നമസ്കാരം.